ശർക്കരയിൽ എങ്ങനെയാണ് വൈക്കോലിൻ്റെ തുരുമ്പും ഈ മണ്ണും കല്ലൊക്കെ വരണം? അവൻ തൂങ്ങി നിൽക്കണ നമ്മൾ കാണുമല്ലേ? ഈ പായസം എങ്ങനെയുണ്ട്? പായസം കൊള്ളാം, നല്ല മധുരം. ഈ ശർക്കര എങ്ങനെ ഉണ്ടാക്കണം അറിയാമോ? ഏറ്റവും കൂടുതൽ മായം ചേരണ ഒരു സാധനമാണ് ശർക്കര എന്ന് പറയുന്നത്. ഏയ് അല്ലല്ല, മായം ചേരാത്ത നല്ല ശർക്കരയും ഉണ്ട്. മറയൂർ ശർക്കര നല്ല ശർക്കരയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്. ഞാൻ ഈ ഇടയ്ക്ക് അവിടെ പോയി നേരിട്ട് കണ്ടതാണ് ഈ ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അവിടെ ഒത്തിരി സ്ഥലങ്ങളിൽ ഒരു കുടിൽ വ്യവസായം പോലെയാണ് അവിടെ ഈ ശർക്കര ഉണ്ടാക്കുന്നത്. അപ്പോഴും നിങ്ങൾ മറയൂരൊക്കെ പോയി കണ്ടല്ലേ? അല്ല, എനിക്കൊരു സംശയമുണ്ട്. ഈ ശർക്കരയിൽ എങ്ങനെയാണ് വൈക്കോലിൻ്റെ തുരുമ്പും ഈ മണ്ണും കല്ലൊക്കെ വരണത്? അത് ഈ വീഡിയോ മുഴുവനും കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് കല്ലും മണ്ണൊക്കെ വീഴുന്നതെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി പറയാം. അപ്പോൾ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ കരിമ്പ് ശേഖരിക്കലാണ്. എല്ലാ കരിമ്പും നല്ലതുപോലെ വെട്ടി വൃത്തിയാക്കി ഈ കാണുന്ന ഒരു ചെറിയ മെഷീനിൽ കയറ്റി കരിമ്പും ചാറ് വേർതിരിച്ച് എടുക്കുന്നു. എന്നിട്ട് ഈ വേർതിരിച്ച ചാറ് ഒരു വലിയ വാർപ്പിലേക്ക് മാറ്റുന്നു. ഈ വാർപ്പ് ഇരിക്കുന്നത് ഒരു അടുപ്പിൻ്റെ മുകളിലാണ്. അടുപ്പിൽ തീയിട്ട് ഇതുപോലെ ശർക്കര ഉണ്ടാക്കുന്നു. ഇത് ഇവിടെ വളരെ നാച്ചുറൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, ഏതൊരുവിധ മായമോ ഒന്നും തന്നെ ഇല്ലാതെയാണ് മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത്. സംഗതിയൊക്കെ കൊള്ളാം. പക്ഷേ ഇവർക്ക് കുടിൽ വ്യവസായം പോലെ അല്ലാതെ നല്ല രീതിയിൽ വിപുലീകരിച്ച് ഒരു ഫാക്ടറി പോലെയൊക്കെ ചെയ്തുകൂടെ? ഒന്ന് പോട കഴിച്ചു അവിടുന്ന്. എന്നിട്ട് വേണം അവിടെ കൊടി കുത്തി ഈങ്കില വിളിച്ച് അവനെ കുത്തുവാള എടുപ്പിച്ച് അവൻ തൂങ്ങി നിൽക്കണ നമ്മൾ കാണുമല്ലേ? ആ പാവങ്ങൾ എങ്ങനെയെങ്കിലും കഞ്ഞി കുടിച്ച് ജീവിച്ച് പൊക്കോട്ടെ.